ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KT. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പിസ്റ്റൻ്റെ ഒരു പ്രോബ്ലം സെക്ഷനാണ്. നമ്മൾ പിസ്റ്റൻ്റെ പ്രൊസീജിയറൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ ട്രങ്ക് പിസ്റ്റൺ ഫോർ an IC engine. The piston is made of cast iron with an allowable stress of 38.5 megapascal. The bore of the cylinder is 200 mm and the maximum explosion pressure is 0.4 megapascal. The permissible bending strength of the gudgeon pin is 100 megapascal. The bearing pressure in the gudgeon pin and connecting rod is taken as 200 megapascal. Okay. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡേറ്റാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് നമുക്ക് സൊല്യൂഷനകത്ത് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാം. ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, കാസ്റ്റ് അയണും തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് സിഗ്മ ഡി ആണ്. സിഗ്മ ഡി എന്ന് പറയുന്നത് 38.5 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ബോർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി 200 മെഗാപാസ്കൽ ആൻഡ് പി മാക്സ് മാക്സിമം എക്സ്പ്ലോഷൻ പ്രഷർ അത് 0.4 മെഗാപാസ്കൽ തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് ദ ഗഡ്ജൻ പിൻ ഈസ് 100 മെഗാപാസ്കൽ. ഇത് സിഗ്മ ബി ആണ്. പിന്നെ ലാസ്റ്റ് തന്നിരിക്കുന്നത് സിഗ്മ പി ബി എന്ന് പറയുന്നത് ബിയറിംഗ് പ്രഷറാണ്. അത് 200 മെഗാപാസ്കൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് thickness of the piston head. thickness of the piston head. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇക്വേഷൻ ആണുള്ളത്. തിക്നെസ് ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്. അപ്പോൾ അത് ആദ്യം കാണാം. തിക്നെസ് ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T1 ഈക്വൽ ടു 0.43 D ഇൻറ്റു പി ബൈ സിഗ്മ ഡി. ഓക്കെ. ഇവിടെ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ 0.43 ഇൻറ്റു 200 ഇൻറ്റു റൂട്ട് ഓഫ് 0.4 ഡിവൈഡഡ് ബൈ 38.5. ഓക്കെ. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 8.76 mm എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിൻ്റെ തന്നെ ബി സെക്ഷനാണ്. തിക്നെസ് ബേസ്ഡ് ഓൺ ഹീറ്റ് ഡെസിപ്പേഷൻ. ഇക്വേഷൻ എന്ന് പറയുന്നത് T1 ഈക്വൽ ടു ഡി സ്ക്വയർ ക്യൂ ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു കെ ഇൻറ്റു ടി സി മൈനസ് ടി ഇ. ഓക്കെ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് പേജ് നമ്പർ 410. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, കാസ്റ്റ് അയൺ പിസ്റ്റൺ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യൂ വാല്യൂ ആണ് നമ്മളിവിടെ എടുത്ത് എഴുതുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ പിസ്റ്റൺ 4 സ്ട്രോക്ക് എൻജിൻ Q ഈക്വൽ ടു 128,000. ഇനി K എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. K എന്ന് പറയുന്നത് ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ്. ഹീറ്റ് കണ്ടക്ടിവിറ്റി അത് 460 ആണ്. ഓക്കെ. ഇനി അടുത്തത് ടി സി മൈനസ് ടി ഇ ആണ്. അതെന്ന് പറയുന്നത് 222 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതെല്ലാം പേജ് നമ്പർ 410 കിടക്കുന്നത്. ഇനി ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇക്വേഷനിലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ T1 ഈക്വൽ ടു 200 സ്ക്വയർ ഇൻറ്റു 128,000 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 460 ഇൻറ്റു 222 equal to
31.33 mm എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇതിന് നമുക്ക് റൗണ്ട് ചെയ്ത് 32 mm എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 T1 വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ഹെഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ T1 വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ സോ വി ചൂസ് ഹയസ്റ്റ് T1 വാല്യൂ. ഇപ്പോൾ T1 = 32 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 2 നോക്കാം. സ്റ്റെപ്പ് 2വിനകത്ത് നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ റിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡയമെൻഷൻ ഓഫ് ദ പിസ്റ്റൺ റിംഗ്. ഓക്കെ, അതിൻ്റെ എ സെക്ഷൻ എന്ന് പറയുന്നത് റേഡിയൽ തിക്നെസ് TR. അതിൻ്റെ ഇക്വേഷൻ D × √3PR / ആണ്. അപ്പം അത് PR എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല. PR എന്ന് പറയുന്നത് റേഡിയൽ പ്രഷർ ഓൺ ദ റിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് പേജ് നമ്പർ 414 ടേബിൾ 18.9. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, പെട്രോൾ എഞ്ചിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. PRൻ്റെ വാല്യൂ 0.02746 എന്നുള്ള ആവറേജ് വാല്യൂ ഞാൻ എടുത്തു. ഇനി നമുക്ക് സിഗ്മയുടെ വാല്യൂ കൂടെ അറിയണം. സിഗ്മ എന്ന് പറയുന്നത് അലോവബിൾ സ്ട്രെസ് ഫോർ കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് അത് 82 to 110 MPa നമുക്ക് ഡാറ്റാ ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 96 MPa. ഓക്കെ, ഇപ്പോൾ TR = 200 × √3 × 0.02746 / 96. ഓക്കെ, അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 5.858 എന്ന് പറഞ്ഞു വരും. അതിനെ റൗണ്ട് ചെയ്ത് 6 mm എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് B സെക്ഷനാണ്. ഇതിൻ്റെ ഡെപ്ത് ഓഫ് ദ പിസ്റ്റൺ റിംഗ്. അതിൻ്റെ ഇക്വേഷൻ H = TR ആണ്. TRൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 6 mm. അപ്പോൾ അത് തന്നെയാണ് ഡെപ്ത് ഓഫ് ദ പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് റിങ്സ് ആണ് അടുത്തത്. നമ്പർ ഓഫ് റിങ്സ് അത് H = D/10I എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 3.33 എന്ന് പറഞ്ഞു വരും. അത് അപ്രോക്സിമേറ്റ്ലി = 4. ഓക്കെ, ഇനി നമ്പർ ഓഫ് ലാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ഓഫ് ലാൻഡ്സ് എന്ന് പറയുന്നത് I-1 ആയിരിക്കും. അപ്പോൾ 4 - 1 = 3 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഐ വാല്യൂ വെച്ചിട്ട് ഇവിടെ നമുക്ക് കിട്ടിയ Hൻ്റെ വാല്യൂ സ്യൂട്ടബിൾ ആണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ചെക്ക് ഫോർ H. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഡിസൈൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തോണം. ചെക്ക് ഫോർ Hനകത്ത് വരുന്നത് H മിനിമ = D/10I. ഓക്കെ, ഇപ്പോൾ D എന്ന് പറയുന്നത് 200 ആണ്. 10 × ഐയുടെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ 5 mm എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ, അതെഴുതാം. സിൻസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് മിനിമ, എച്ച് ഈസ് സാറ്റിസ്ഫാക്ടറി. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ്. ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ്. അതിന് ഇക്വേഷൻ TG ഈക്വൽ ടു 1.2 T1 ആണ്. ഇപ്പോൾ T1ൻ്റെ വാല്യൂ നമുക്ക് 32 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1.2 ഇൻറ്റു 32 ഈക്വൽ ടു 38.4 mm എന്ന് പറഞ്ഞു കിട്ടും. ഇനി അടുത്തത് ലാൻഡ് ബിറ്റ്വീൻ ദ റിംഗ് ഗ്രൂവ്സ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ടീലാൻഡ് ആണ്. ടീലാൻഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എച്ച് ടീലാൻഡ് ഈക്വൽ ടു എച്ച്. എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എഴുതാം 6 mm. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ ഹൈറ്റ് ഓഫ് റിംഗ് സെക്ഷൻ ആണ്. ടോട്ടൽ ഹൈറ്റ് ഓഫ് റിംഗ് സെക്ഷൻ. ഓക്കെ, ഇത് എച്ച് ടോട്ടൽ എന്ന് പറയാം. എന്ന് പറയുന്നത് I plus I minus 1 ഇൻറ്റു എച്ച്. ഓക്കെ, ഐയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 + 4 - 1 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 42 mm എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കിട്ടിയ എച്ച് ടോട്ടൽ നമ്മൾ ചെക്ക് ചെയ്യണം. മുൻപ് എച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ട് ചെക്ക് എച്ച് ടോട്ടൽ. അപ്പോൾ എച്ച് ടോട്ടൽ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എച്ച് ടോട്ടൽ ചെക്ക് ചെയ്യാൻ ഇവിടെ കണ്ടീഷൻ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനാണ് ചൂസ് ചെയ്യുന്നത്. D/7 + 6 mm എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഫോർ ഗ്യാസ് ആൻഡ് ഓയിൽ എൻജിൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 200 / 7 + 6 എന്നാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് 34.57 mm എന്ന് പറഞ്ഞു വരും. സിൻസ് എച്ച് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ടേബിൾ, ഇത് നമ്മൾ ടേബിളിൽ നിന്നും എടുത്ത വാല്യൂ ആണ്. D/7 ഈക്വേഷൻ വെച്ച് ടേബിൾ എച്ച് ടോട്ടൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എച്ച് ടോട്ടലിൻ്റെ വാല്യൂ 42 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയത് കുറവാണ്. അപ്പോൾ ഇത് സേഫാണ്. ഇതിപ്പോൾ 42-ന് പകരം ഒരു 30 ആവും. ഇവിടെ 34 വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ ഐയുടെ വാല്യൂ ഉണ്ടല്ലോ, ഈ ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്തിട്ട് എച്ച് ടോട്ടൽ കൂടുതൽ വാല്യൂ കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ ഇവിടെ കറക്റ്റാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഐയുടെ വാല്യൂ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് അപ്പോൾ ഇവിടെ എഴുതാം ഹെൻസ് സേഫ് എന്ന് എഴുതാം. ഇനി അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. ഓക്കെ, സ്റ്റെപ്പ് 3-ൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ ബാരൽ. ഓക്കെ, ഡൈമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ ബാരൽ. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാക്സിമം തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ബാരൽ. മാക്സിമം തിക്നെസ്സിൻ്റെ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ T3 = 0.03 D + B + 4.5 mm.
അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ബിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TR പ്ലസ് 0.4 ആണ്. TR നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 പ്ലസ് 0.4 6.4 mm എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇവിടെ T3 എന്ന് പറയുന്നത് T3 ഈക്വൽ ടു 0.03 ഇൻറ്റു 200 പ്ലസ് ബി എന്ന് പറയുന്നത് 6.4 പ്ലസ് 4.5. ഓക്കെ, അത് ഈക്വൽ ടു 16.9 mm എന്ന് പറഞ്ഞു വരും. ഇത് 17 mm എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി ബി സെക്ഷൻ നോക്കാം. thickness of the piston barrel. Okay, barrel towards the open end of piston. ഇതിൻ്റെ ഇക്വേഷൻ T4 ഈക്വൽ ടു 0.35 T3. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് മാക്സിമം വാല്യൂ ആണ് എടുത്തത്. നിങ്ങൾ ഡാറ്റ ബുക്ക് നോക്കുമ്പോൾ 0.25 T3 ടു 0.35 T3 എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആവറേജ് വാല്യൂ എടുത്താലും മതി. ഞാനിവിടെ മാക്സിമം വാല്യൂ എടുത്ത് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ 0.35 ഇൻറ്റു T3യുടെ നമുക്കറിയാം 17 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 5.95 mm എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4-നകത്ത് നമ്മൾ പിസ്റ്റൺ സ്കർട്ടിൻ്റെ ഡിസൈനാണ്. ഇപ്പോൾ സ്റ്റെപ്പ് 4 എഴുതാം. സ്റ്റെപ്പ് 4 ഡിസൈൻ ഓഫ് പിസ്റ്റൺ സ്കർട്ട്. അപ്പോൾ അതിൻ്റെ എ സെക്ഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ആണ്. ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ. ഓക്കെ, അതെന്ന് പറയുന്നത് L ഈക്വൽ ടു 1.5 D ആണ്. അപ്പോൾ 1.5 ഇൻറ്റു 200 ഓക്കെ ഈക്വൽ ടു 300 mm എന്ന് പറഞ്ഞു വന്നു. ഇനി ഇതിൻ്റെ ബി സെക്ഷനാണ് ലെങ്ത് ഓഫ് ദ സ്കർട്ട്. ലെങ്ത് ഓഫ് ദ സ്കർട്ട്. അതിൻ്റെ ഇക്വേഷൻ L മൈനസ് T1 മൈനസ് H ടോട്ടൽ ഈക്വൽ ടു 300 മൈനസ് 32 മൈനസ് 42 ഈക്വൽ ടു 226 mm എന്ന് പറഞ്ഞു വരും. ഇനി അടുത്തത് സ്റ്റെപ്പ് 5 ആണ്. ഡയമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ ഫിൻ ആണ്. ഡിറ്റർമൈൻ ഡയമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ പിൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിൻ ആണ് കാണുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട് സ്മോൾ d ഈക്വൽ ടു പൈ d സ്ക്വയർ പി മാക്സ് ഡിവൈഡഡ് ബൈ 4L1 ഇൻറ്റു പി ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ നോക്കാം. L1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഗഡ്ജൻ പിൻ ബിയറിംഗ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KP ഇൻറ്റു D. ഇനി ഇവിടെ KPയുടെ വാല്യൂ നമുക്കറിയത്തില്ല. അപ്പോൾ KP എന്ന് പറയുന്നത് 24 ഓയിൽ എഞ്ചിൻ. അത് പേജ് നമ്പർ 411 ഉണ്ട്. അപ്പോൾ ഇവിടെ L1ൻ്റെ സ്ഥാനത്ത് L1 ഈക്വൽ ടു 2D എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ D ഈക്വൽ ടു പൈ ഇൻറ്റു 200 സ്ക്വയർ ഇൻറ്റു
0.4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2D ഇൻറ്റു 200. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് D ഈക്വൽ ടു 5.6 mm എന്ന് പറഞ്ഞു വരും. അത് 6 mm എന്ന് നമുക്ക് എഴുതാം, റൗണ്ട് ചെയ്ത് എഴുതി. ഇനി അടുത്തത് ഇതിൻ്റെ ബി സെക്ഷനാണ്. ബെൻഡിങ് സ്ട്രെസ് ഇൻ ദ പിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ ബി ഈക്വൽ ടു എഫ് പി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 18Z എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് സിഗ്മ ബി, നമുക്ക് ക്വസ്റ്റ്യനിലൊരു സിഗ്മ ബി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിഗ്മ ബിയെക്കാട്ടിലും സ്മോളർ വാല്യൂ ആയിരിക്കണം ഇവിടെ നമുക്ക് കിട്ടുന്ന സിഗ്മ ബി വാല്യൂ, എങ്കിൽ മാത്രമേ ഇത് സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സിഗ്മ ബി വാല്യൂ നമുക്ക് ഇവിടെ സൈഡിലോട്ട് എഴുതാം. സിഗ്മ ബി ഈക്വൽ ടു 100 MPa എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ സിഗ്മ ബി വാല്യൂ നമുക്ക് കാണാനായിട്ട് ആദ്യം എഫ് പി എന്താണെന്ന് നോക്കാം. എഫ് പി എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ പി ഇൻറ്റു എ. ഇപ്പോൾ പ്രഷർ തന്നിട്ടുണ്ട് 0.4 തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ π/4 d². ഡിയുടെ വാല്യൂ നമുക്കറിയാം 200. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12566.37 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി ഇവിടുത്തെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. അത് πd³ ഡിവൈഡഡ് ബൈ 32 ആണ്. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 78539.8.16 mm³ എന്ന് പറഞ്ഞ് വരും. പിന്നെ ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സിഗ്മ ബി ഈക്വൽ ടു 12566.37 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 785398.16. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.177 എന്ന് പറഞ്ഞു വരും. ഇപ്പോൾ സിഗ്മ ബി എന്ന് പറയുന്നത് 0.177 ലെസ് ദാൻ 100 MPa, ഹെൻസ് സേഫ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.